നമസ്കാരം. ഇതെൻ്റെ മാങ്കോസ്റ്റിൻ മരമാണ്. ഏതാണ്ട് 9 വർഷമായി ഇത് പ്ലാന്റ് ചെയ്തിട്ട്. വളരെ ക്ഷമയോടുകൂടി, കാരണം അത്രയ്ക്ക് മടിയനാണ് ഈ വൃക്ഷം. പതുക്കെ വലുതാവുള്ളൂ. ഏതാണ്ട് 7 വർഷം കഴിഞ്ഞാൽ മാത്രമേ സാധാരണ നിലക്ക് പൂവ് ഇടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 10 പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ ഏതാണ്ട് നിറയെ പൂവിട്ടിരിക്കുന്നു. പൊതുവേ ആളുകൾ പറയും തണൽ വെക്കണം, തണൽ വേണമെന്ന്. പക്ഷേ ഇത് നല്ല വെയിലത്താണ്. പക്ഷെ ഞാൻ കൃത്യമായി നനയ്ക്കും. ഇത് നമ്മൾ നല്ല പരിചരണം. ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഇതിന് നനയ്ക്കാൻ മറക്കില്ല. കാരണം ഇത് നനയില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം അബദ്ധമാണ്. അപ്പോൾ ഇത്തവണ കൃത്യമായി നനയ്ക്കുകയും നന്നായിട്ട് വളമിടുകയൊക്കെ ചെയ്തുകൊണ്ട് നിറയെ പൂത്തിട്ടുണ്ട്, നന്നായി പൂത്തിട്ടുണ്ട്. അപ്പോൾ തന്നെയല്ല ഓരോ പൂവും ഒരു കായാണ്. അപ്പോൾ ഏതായാലും ഇത് വളരെ പരിചരിച്ച് നന്നായിട്ട് കൊണ്ടു നടന്ന നല്ല ഏറ്റവും രുചികരമായ ഫ്രൂട്ട്സിലൊന്നാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ വവ്വാലുണ്ടല്ലോ, ഈ വവ്വാൽ ഇനിയും ഇതിൻ്റെ രുചി കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരിക്കലും വവ്വാൽ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും മധുരമായ ഒരു പഴം ഉണ്ട് എന്നുള്ളത് വവ്വാലിന് മനസ്സിലായിട്ടില്ല. അവിടെ നമുക്ക് പൂർണ്ണമായിട്ടും നിലവിലുള്ള അവസ്ഥയിൽ ഈ പഴം പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തവണ രണ്ടാമത്തെ തവണ ആകുമ്പോഴത്തേക്ക് ഇത് നിറച്ച് പൂവിട്ട് ഏതാണ്ട് 100-ൽ പരം പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പരിചരിച്ചാൽ നമുക്ക് നന്നായിട്ട് നല്ല ഫ്രൂട്ട് കിട്ടുന്നൊരു ഫ്രൂട്ടാണ്. തൈക്ക് കുറച്ച് വില കൂടും, എന്നാലും എല്ലാവരും സാധിക്കുന്ന രൂപത്തിൽ ഒരു മാങ്കോസ്റ്റീൻ വീട്ടിൽ പ്ലാന്റ് ചെയ്യുന്നത് നന്നാവും. അത് നമുക്ക് പിന്നീട് അത് നേരത്തെ പ്ലാന്റ് ചെയ്ത് ഞാനിതിൽ ഒരു ശ്രദ്ധിച്ച അന്ന് 250-300 ഒക്കെ തൈ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 1500 രൂപയുടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തൈ വാങ്ങി. കാരണം നമ്മുടെ ആയുസ്സിൽ നമുക്ക് സന്തോഷത്തോടുകൂടി തിന്നാനും ഈ പൂവിട്ടത് ഇതുപോലെ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതിനൊരു ടൈമുണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു തൈയാണ് പ്ലാന്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 6 വർഷം കൊണ്ട് എൻ്റെ ഒരു പൂത്ത് തുടങ്ങി. അപ്പോൾ അത് ഒരു 3 വർഷമായ തൈയാണ് വാങ്ങിക്കൊണ്ടുവന്ന് ഞാനിവിടെ പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഈ രുചികരമായ ഈ എന്താ പറയുക, ഈ പ്ലാന്റ് ഇങ്ങനെ ഈ വൃക്ഷം ഇങ്ങനെ പൂത്ത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കായ കഴിക്കുന്നതിനേക്കാൾ ഇത് പൂത്ത് നിൽക്കുന്നതും ഇതിൽ കായ ഉണ്ടാകുന്നതും ഒക്കെ തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതിനൊക്കെ സമയം കണ്ടെത്തണം. ഞാനും സമയം കണ്ടെത്താറുണ്ട്, നിങ്ങളും കണ്ടെത്തുമല്ലോ. നന്ദി, നമസ്കാരം.